رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي اللهم ارحمنا يا أرحم الراحمين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الصلاة والسلام على رسول الله 25ാമത്തെ ആയത്താണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം വയഖൂലൂന മതാ ഹാദൽ വഅദു ഇൻ കുൻതും സ്വാദിഖീൻ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറഞ്ഞു തരുന്നത് അവരുടെ ചോദ്യങ്ങളായിരുന്നു. ആരുടെ ചോദ്യം? ഇതുവരെ നമ്മൾ കണ്ടു സൂറത്തുൽ മുൽക്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് റിട്ടോറിക്കൽ ക്വസ്റ്റ്യൻസ് ജനങ്ങളെ ചിന്തിപ്പിക്കാൻ വേണ്ടി പറയുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ 2 ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് പറയിപ്പിക്കുകയാണ് കാര്യങ്ങൾ. ഈ ഒരു ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ചോദ്യത്തെയാണ് എടുത്ത് പറയുന്നത്. ആരുടെ ചോദ്യത്തെ? സത്യനിഷേധികളായ മക്കയിലെ ഖുറൈശികളും അന്നത്തെ സത്യനിഷേധികളായ ആൾക്കാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടും കൂട്ടരോടും ചോദിച്ച ഒരു ചോദ്യത്തിലേക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ശ്രദ്ധനെ ക്ഷണിക്കുന്നത്. അപ്പോൾ വയഖൂലൂന എന്നല്ലെങ്കിൽ അവർ ചോദിക്കുന്നു. എന്ത്? മത, എപ്പോഴാണ്? മത എന്നല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യനിങ് ഇതാണ് മത. ഇപ്പം നമ്മൾ കൈഫ എന്ന് പറയുമ്പോൾ അവയ്യു എന്ന് പറയും പോലെ, ഐന എന്ന് പറഞ്ഞെങ്കിൽ വേർ എന്ന് പറയും പോലെ, മത എന്നല്ലെങ്കിൽ എപ്പോൾ. മത അവർ ചോദിക്കുന്നത് എപ്പോൾ. ആദൽ വാഴതു ആദല്ലെങ്കിൽ നമുക്കറിയാം ഇസ്മുൽ ഇഷാറാണ്. ഈ എന്ന് പറഞ്ഞില്ല നമ്മൾ ഈ പറയുന്ന വാഴത് എന്ന് പറഞ്ഞാൽ പ്രോമിസ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികളോടും പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാരോടും അവർ ചോദിച്ചിരുന്നത്, എന്നാണ് ഈ നിങ്ങളുടെ ഈ പ്രോമിസ് നടക്കാൻ പോകുന്നതെന്ന്. ഇൻ കുന്തും സ്വാദിഖീൻ. ഇന്നല്ലെങ്കിൽ അറിയാലോ നമുക്ക് ഇത് ഇഫ് കുന്തും എന്നല്ലെങ്കിൽ കാന യകൂനായിരുന്നു വരുന്ന കുന്തുമാണ്. അത് ഇൻ കുന്തും നിങ്ങൾ ആണെങ്കിൽ, എന്താണെങ്കിൽ സ്വാദിഖീൻ, നിങ്ങൾ സ്വാദിഖീൻ സത്യം പറയുന്നവരാണെങ്കിൽ, സിദ്ഖ് എന്നുള്ള ട്രൂത്ത്ഫുൾനെസ് എന്നാണ് ഇത് വരുന്നത്. നിങ്ങൾ സത്യം പറയുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ പറഞ്ഞു തരൂ എപ്പോഴാണ് ഈ പ്രോമിസ്ഡ് സംഭവം നടക്കാൻ പോകുന്നതെന്ന്. എന്താണ് ഈ പ്രോമിസ് സംഭവം എന്ന് പറഞ്ഞിട്ട് അവർ റെഫർ ചെയ്യുന്നത്? അത് ഡേ ഓഫ് ജഡ്ജ്മെന്റ് ആണ്, യൗമുൽ ഖിയാമ. അപ്പോൾ ഇസ്ലാമിന്റെ ഒരു സന്ദേശത്തിന്റെ ഭാഗം എന്നോണം ഇവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികളും ദീന് പ്രചരിച്ചു കൊണ്ടിരുന്നപ്പോൾ പറഞ്ഞത്, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് നിങ്ങൾ ജീവിക്കണം. നിങ്ങൾ അള്ളാഹുവിനെ കണ്ടുമുട്ടും അന്ത്യനാൾ വരാനുണ്ട്, യൗമുൽ ഖിയാമ ഉണ്ട്. അവിടെ തെറ്റുകളും ഇത് എന്താ പറയുക, അവിടെ ജഡ്ജ്മെന്റ് നടക്കും. അവിടെ എന്താ പറയുക, വിചാരണയുണ്ട്. ആ വിചാരണ നേരിടണമെങ്കിൽ ഈ ദുനിയാവിൽ സത്യസന്ധരായിട്ട് അള്ളാഹുവിനെ മാത്രം ആരാധിച്ചുകൊണ്ട്, അള്ളാഹു അനുവദിച്ച കാര്യങ്ങൾ ചെയ്തുകൊണ്ടും അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ വിട്ടു നിന്നുകൊണ്ട് ജീവിക്കണം എന്ന് അവരോട് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ ചോദിക്കുന്നത് മത അതിൽ ഒരു സർക്കാസ്റ്റിക് ആയിട്ട്, ഒരു പുച്ഛത്തോടെ ചോദിക്കുമല്ലോ, എന്നാണ് ഈ പറയുന്നത്, നിങ്ങൾ ഈ പറയുന്ന ഇത് പ്രോമിസ്ഡ് ഇത് വരാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് ഇവരെ ഒരു മോക്കയാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നിട്ട് അതിൻ്റെ ആൻസർ പറയിപ്പിക്കുന്നുണ്ട് അടുത്ത ആയത്തിൽ. കാരണം എന്തിനാണ് എപ്പോഴുണ്ടാവുന്നതെന്നുള്ളത് അത് ആ ഒരു ഇൽമ് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം അറിയുന്നതാണ്. വേറെ ആർക്കും അറിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് വരെ പറയാൻ പറ്റില്ല. സൂചനകൾ തരാം, അന്ത്യനാളിന്റെ സയൻസും ഇതൊക്കെ പറഞ്ഞു തന്നു എന്നല്ലാണ്ട് എന്നാണ് എക്സാക്ട് എന്നുള്ളത് അറിയുന്നവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. പക്ഷെ അവർ ഇങ്ങനെ ഈ ടീസ് ചെയ്യുമല്ലോ, ഇങ്ങനെ അതായത് സത്യസന്ദേശത്തിലേക്കും ഒരു വ്യക്തിയെ ക്ഷണിക്കുമ്പോൾ അതിനെക്കുറിച്ച് ചിന്തിച്ച് മനസ്സിലാക്കി അതിൽ കാര്യമുണ്ടെങ്കിൽ അതിലെനിക്ക് അക്സെപ്റ്റ് ചെയ്യാമല്ലോ എന്ന് പറഞ്ഞിട്ട് ആ രീതിയിൽ സ്വന്തം ചിന്തനെ തിരിച്ചുവിടുന്നതിന് പകരം ഈ പറഞ്ഞു കൊടുത്ത ഒരു കാര്യത്തിൽ, അതായത് അന്ത്യനാളിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എപ്പോഴാണ് അന്ത്യനാൾ വരുന്നതെന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഇതിൽ പിടിച്ചിട്ട് അവരുടെ ചിന്തനെ തിരിച്ചുവിടുന്ന അത് ശൈത്താനിയത്താണ്. അത് ശൈത്താനിന്റെ ഇൻഫ്ലുവൻസ് കൊണ്ടാണ്. ആ ഒരു എന്താ പറയുക, ശൈത്താൻ പറഞ്ഞല്ലോ, അവർ ഞാൻ മാർഗത്ത് നിന്ന് ഞാൻ അവരെ തെറ്റിക്കും, നിന്റെ ആദം നബിന്റെ സന്തതികളെ മൊത്തം. എന്നിട്ട് മിക്ക ആൾക്കാരും നന്ദിയുള്ളവരായിട്ട് നിനക്ക് കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചാലഞ്ച് ചെയ്ത് വന്ന ആ ശൈത്താന് വന്നിട്ട് ഈ മനുഷ്യന്മാരെ മൊത്തം, ഇപ്പോൾ ഖുറൈശികളാണെങ്കിലും സത്യനിഷേധികൾ, അത് അന്നാണെങ്കിലും ഇന്നാണെങ്കിലും ഇവരൊക്കെ ആദം നബിന്റെ സന്തതികളാണ്. അവരെ ഈ സിറാത്തുൽ മുസ്തഖീമിലേക്ക് ആരെങ്കിലും ക്ഷണിക്കുമ്പോൾ ആ സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് അവരുടെ ചിന്തകളും അവരുടെ തോട്ട് പ്രോസസ്സൊക്കെ മാറിപ്പോകുന്നുണ്ടെങ്കിൽ അത് ഒബ്വിയസ്ലി
കണ്ടിന്യൂസ്ലി ശൈത്താൻ കളിപ്പിക്കുന്നതാണ് അവർ. അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്ത് രക്ഷിക്കട്ടെ. അപ്പൊ ഇത് വളരെ കൃത്യമാണ് ഇതിന്റെ മെസ്സേജ്. നമ്മൾക്ക് ഒരാൾ ഒരു സത്യസന്ദേശം എത്തിക്കുമ്പോൾ, ഒരു സംഭവം പറയുമ്പോൾ, ആ പറയുന്ന കാര്യത്തിലേക്ക് നമ്മളുടെ ഇന്റലിജന്റും തിങ്കിങ്ങിനെ ഇട്ടിട്ട് ആ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ട്, ആ കാര്യം ഉണ്ടെങ്കിൽ അതിനനുസരിക്കാന്നുള്ള ആ ഒരു ഓപ്പൺ മൈൻഡഡ്നെസ് കാണിക്കുന്നവന് മാത്രമേ അള്ളാഹുവിന്റെ ഹിദായത്തിന്റെ വെളിച്ചം ഇറങ്ങി വരുള്ളൂ. സത്യനിഷേധികളായ ഖുറൈശികൾ അന്നും ഇന്നും ഉള്ള സത്യനിഷേധികളും ആ ഒരു ഫാക്ടറിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് ബാക്കി കാര്യങ്ങളിൽ എപ്പോഴാണ് ഡേ ഓഫ് ജഡ്ജ്മെന്റ് ഉണ്ടാവാൻ പോകുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അനാവശ്യമായ, അല്ലെങ്കിൽ ദറ്റ് ഈസ് നോട്ട് റെലവെന്റ് ഫോർ ദം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം പറഞ്ഞു തന്നിട്ടില്ല എങ്കിൽ അത് അള്ളാഹുവിന്റെ ഹിക്മത്താണ്. അവിടേക്ക് ഓക്കെ, അത് അക്സെപ്റ്റ് ചെയ്യുക, മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അപ്പം അതിനെക്കുറിച്ച് കഴിഞ്ഞ് നമ്മൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോഴും അന്ത്യനാളിന്റെ സൂചനകൾ അല്ലെങ്കിൽ സയൻസ് ഒക്കെ കണ്ടു തുടങ്ങുന്നുണ്ട്. പക്ഷെ അന്ത്യനാൾ എപ്പോഴെന്നുള്ളത് നമുക്കൊരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇന്ന വർഷത്തിലായിരിക്കും അന്ത്യനാൾ നമ്മൾ പറയാനും പാടില്ല, അത് പറയാൻ നമുക്ക് പറ്റൂല. അത് അറിയുന്നവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. ആ ഒരർത്ഥത്തിൽ നമ്മളെ ദീനിനെ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും അതിനനുസരിച്ച് ജീവിച്ച് മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ച് നൽകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.